ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പുറപ്പാട് പുസ്തകത്തിലെ അവസാന അധ്യായങ്ങളായ 39ഉം 40ഉമാണ് വായനയ്ക്കായി ഉള്ളത്. 39ആം അധ്യായത്തിൽ പുരോഹിത വസ്ത്രങ്ങളും സമാഗമന കൂടാരത്തിൻ്റെ അവസാനഘട്ട പ്രവർത്തനങ്ങളും പൂർത്തിയാക്കപ്പെടുന്നു. അഹരോനും അവൻ്റെ പുത്രന്മാർക്കും വേണ്ടിയുള്ള വസ്ത്രങ്ങൾ, എഫോദ്, നെഞ്ചുപട്ടം, 12 രത്നങ്ങൾ, മണികളും മാതളനാരകങ്ങളും ഉള്ള അങ്കി, മുടിയണിയം, കച്ച എന്നിവ എല്ലാം ദൈവം കൽപ്പിച്ചതുപോലെ നിർമ്മിക്കപ്പെടുന്നു. യഹോവയ്ക്ക് വിശുദ്ധം എന്നെഴുതിയ പൊൻപട്ടവും പൂർത്തിയാക്കുന്നു. എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കിയ ശേഷം അവർ എല്ലാം മോശയുടെ മുമ്പിൽ കൊണ്ടുവരുന്നു. യഹോവ കൽപ്പിച്ചതുപോലെ അവർ എല്ലാം ചെയ്തുവെന്ന് ആവർത്തിച്ച് പറയുന്നു. മോശ അത് പരിശോധിച്ച് അവരെ അനുഗ്രഹിക്കുന്നു. ഈ അധ്യായം പൂർണ്ണമായ അനുസരണത്തിൻ്റെ സൗന്ദര്യം കാണിക്കുന്നു. ദൈവം നൽകിയ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്നു. യഹോവ കൽപ്പിച്ചതുപോലെ എന്ന വാചകം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിൽ അനുസരണം പ്രധാനമാണ്. യഹോവയ്ക്ക് വിശുദ്ധം എന്ന ആശയം മുഴുവൻ ജനങ്ങളുടെ തിരിച്ചറിവായി മാറുന്നു. വിശുദ്ധി ഒരു വ്യക്തിയുടെ മാത്രം വിളിയല്ല, ഒരു സമൂഹത്തിൻ്റെ മുഴുവനും വിളിയാണ്. മോശയുടെ പരിശോധനയും അനുഗ്രഹവും ഒരു സത്യത്തെ കാണിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ചെയ്ത പ്രവർത്തനങ്ങൾ ദൈവത്തിൻ്റെ അംഗീകാരം നേടും. നമ്മുടെ ജീവിതത്തിൽ ചെറിയ കാര്യങ്ങളിലും ദൈവത്തോട് അനുസരണയുണ്ടോ? വിശുദ്ധി നമ്മുടെ തിരിച്ചറിവായിട്ടുണ്ടോ? ആരംഭിക്കുന്നതിലും പ്രധാനമാണ് വിശ്വാസത്തോടെ അവസാനിപ്പിക്കുന്നത്. നാം അതിന് തയ്യാറാണോ? നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ പരിശോധനയിൽ നിലനിൽക്കുന്ന തരത്തിലാണോ? 40ആം അധ്യായം പുറപ്പാട് പുസ്തകത്തിൻ്റെ ഉച്ചസ്ഥാനമാണ്. ദൈവം മോശയോട് സമാഗമന കൂടാരം സ്ഥാപിക്കണമെന്ന് കൽപ്പിക്കുന്നു. മോശ ഓരോ ഘടകവും കൃത്യമായി സ്ഥാപിക്കുന്നു. നിയമപ്പെട്ടകം, കാഴ്ചയപ്പത്തിൻ്റെ മേശ, നിലവിളക്ക്, യാഗപീഠം, താമ്രത്തൊട്ടി എന്നിവ. അവൻ സമാഗമന കൂടാരമാകുന്ന ദൈവാലയത്തെ അഭിഷേകം ചെയ്ത് വിശുദ്ധീകരിക്കുന്നു. അഹരോനും അവൻ്റെ പുത്രന്മാരും പുരോഹിതന്മാരായി അഭിഷേകം ചെയ്യപ്പെടുന്നു. അതിനുശേഷം ദൈവത്തിൻ്റെ മഹത്വം ദൈവാലയം നിറയ്ക്കുന്നു. മേഘം കൂടാരത്തെ മൂടുന്നു. ദൈവസാന്നിധ്യം അത്ര ശക്തമായതിനാൽ മോശയ്ക്ക് പോലും അകത്ത് പ്രവേശിക്കുവാൻ കഴിയുന്നില്ല. ഇനി മുതൽ മേഘം ഉയരുമ്പോൾ ജനങ്ങൾ യാത്ര ചെയ്യണമെന്നും അത് നിൽക്കുമ്പോൾ അവർ നിൽക്കണമെന്നും ദൈവം കൽപ്പിക്കുന്നു. ദൈവം അവരുടെ സ്ഥിരമായ മാർഗദർശകനാകുന്നു. ഈ അധ്യായം ദൈവത്തിൻ്റെ പ്രധാന ലക്ഷ്യം വെളിപ്പെടുത്തുന്നു. ദൈവം തൻ്റെ ജനങ്ങളുടെ ഇടയിൽ വസിക്കുന്നു. ഈ യാത്ര ഒരു ക്രമത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. മോചനം, മിസ്രൈമിൽ നിന്നുള്ള മോചനം, പിന്നീട് നിയമം സ്ഥാപിക്കപ്പെടുന്നു, പുനഃസ്ഥാപനം, ദൈവ സാന്നിധ്യം. ദൈവ മഹത്വം നിറയുന്നത് അനുസരണത്തിൻ്റെ ഫലമാണ്. ദൈവം മനുഷ്യ പ്രയത്നത്തിൽ മാത്രം വസിക്കുന്നില്ല. അവൻ്റെ ഇഷ്ടപ്രകാരം ഒരുക്കപ്പെട്ട സ്ഥലത്താണ് അവൻ വസിക്കുന്നത്. മേഘം ദൈവത്തിൻ്റെ സാന്നിധ്യവും മാർഗനിർദ്ദേശവും സൂചിപ്പിക്കുന്നു. അവൻ അവരുടെ കൂടെ യാത്ര ചെയ്യുന്നു. നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ലക്ഷ്യം പ്രശ്നങ്ങളിൽ നിന്നുള്ള മോചനം മാത്രമല്ല, ദൈവസാന്നിധ്യത്തിൽ ജീവിക്കുക എന്നുള്ളത് കൂടിയാണ്. നമ്മുടെ ജീവിതം ദൈവം വസിക്കാവുന്ന സ്ഥലമാകാൻ നാം തയ്യാറാക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം അനുസരിക്കാൻ നാം തയ്യാറാണോ? കാത്തിരിക്കാനും മുന്നോട്ട് പോകാനും. ഈ അധ്യായം നമ്മെ ഒരു വലിയ സത്യത്തിലേക്ക് നയിക്കുന്നു. ദൈവത്തോടൊപ്പം ജീവിക്കുന്ന യഥാർത്ഥ വിജയ ജീവിതം. എൻ്റെ ജീവിതം ദൈവസാന്നിധ്യം വസിക്കാവുന്ന വിധത്തിൽ ഒരുക്കപ്പെട്ടിട്ടുണ്ടോ? ദൈവത്തിൻ്റെ സമയത്തെയും മാർഗനിർദ്ദേശത്തെയും അനുസരിക്കാൻ ഞാൻ തയ്യാറാണോ? ഈ ചിന്തകളാൽ ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.